പ്രിയപ്പെട്ടവർക്കും മറുനാടൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്റർവ്യൂ റൂമിലേക്ക്. ഇന്ന് ജഗത് ജയപ്രകാശ് ആണ് കൂടിയുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. ജഗത്, US ഇങ്ങനെ വിസ റദ്ദാക്കൽ പോളിസികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഏറ്റവും ഒടുക്കം ആ വിഷയവുമായി ബന്ധപ്പെട്ട് US നിലപാടെടുത്തിരിക്കുന്നത് ചൈനയോടാണ്, ചൈനയിലെ വിദ്യാർത്ഥികളോടാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള ചൈനീസ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിസ റദ്ദാക്കും എന്ന് പറയുന്നു. എന്റെ ആദ്യത്തെ ചോദ്യം, എന്താണ് ഇങ്ങനെ US ഇങ്ങനെ വിസ പോളിസികളിൽ മാറ്റം വരുന്നത്? എന്താണ് പുതിയ വിസ പോളിസി ചൈനയുമായി ബന്ധപ്പെട്ട്? ഈ വിസ പോളിസിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിസ റിവോക്കൽ അല്ലെങ്കിൽ വിസ ക്യാൻസലിംഗ് എന്നുള്ള പദ്ധതി തുടങ്ങിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തിന് മേളിലായി. ഇതിനു മുന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻസിനെ പറ്റിയായിരുന്നു ഇതിനു മുന്നത്തെ ഡിസ്കഷൻ നമ്മൾ സംസാരിച്ചത്. ഇപ്രാവശ്യം ചൈനയെ പറ്റി ഇപ്പൊ സംസാരിക്കാനുള്ള അവസരം വന്നു. അപ്പൊ ഇന്ത്യൻസിനെ പറ്റി ഞാൻ സംസാരിച്ചപ്പോൾ കണ്ടിട്ടുണ്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു രഞ്ജിനി ശ്രീനിവാസ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥിനി പാലസ്തീൻ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലെ ഇന്റേണൽ സെക്യൂരിറ്റി മാറ്റേഴ്സുമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിനെല്ലാം ട്രിഗർ ചെയ്തത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രശ്നത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഫോളോ അപ്പ് ഓഫ് ലാസ്റ്റ് ആക്ഷൻ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അമേരിക്കയില് ഒരു വലിയ തോതിലുള്ള ഒരു ആഭ്യന്തര സംഘർഷം, അതും യൂണിവേഴ്സിറ്റികൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആഭ്യന്തര സംഘർഷം ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് FBI കിട്ടുകയും അതിനെ തുടർന്നിട്ടാണ് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഒരു ക്രാക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. അതായത് വിസിബിൾ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലസ്തീൻ എൻക്യാപ്മെന്റ്സുകൾ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തുടങ്ങിയ ശേഷം Jew സ്റ്റുഡൻസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രക്ഷോഭങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആന്റി സെമറ്റിക് ആക്ടിവിറ്റീസ് ഒരു വിസിബിൾ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ എസ്പിയനോഷ് ആൻഡ് ഈ ട്രീസൺ എന്നുള്ള ആക്ടിവിറ്റി അത് വിസിബിൾ അല്ല. ചൈനീസ് എന്ത് ചെയ്തു കഴിഞ്ഞാലും ചൈനയുടെ വാല്യൂ എന്ന് പറഞ്ഞ ഒരു ട്രാൻസാക്ഷണൽ വാല്യൂ ആണ് ചൈനയ്ക്ക് എപ്പോഴും ഉള്ളത്. അവരെപ്പോഴും എനിക്കെന്ത് പ്രയോജനം എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് ചൈന നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം ഈ ചൈനീസ് വിദ്യാർത്ഥികളെ അമേരിക്കയിലേക്ക് വന്ന ശേഷം യൂണിവേഴ്സിറ്റികളിലും മറ്റും പഠിച്ചിട്ട് അവിടുന്ന് വിലപ്പെട്ട ഗവേഷണ രഹസ്യങ്ങൾ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള FBI ഒരു അനുമാനം ഉണ്ടായിരുന്നു. അതിന് തുടർന്ന് അവർ കുറച്ച് അന്വേഷണങ്ങൾ നടത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ട്രംപിന്റെ മുന്നിൽ പെടുകയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ട് ഈ തീരുമാനം എടുത്തത്. പക്ഷെ ഈ തീരുമാനം എടുക്കണം എന്നുള്ളതിന്റെ ആ ഒരു ഗ്രൗണ്ട് വർക്ക് ഏറെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരുന്നതായിരുന്നു. 2021 അന്നത്തെ FBI ചെയർമാൻ ആയിട്ടിരുന്ന ക്രിസ്റ്റഫർ റേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൈനീസ് ആക്ടിവിറ്റി എസ്പിയനേജ് US ഭയങ്കര കൂടുതലാണ്. US കമ്പനീസിന്റെ IP തെഫ്റ്റ്, അതുപോലെ തന്നെ സൈബർ എസ്പിയനേജ് ഒക്കെ അവർ നടത്തുന്നുണ്ട്, സൈബർ അറ്റാക്ക് ഒക്കെ നടത്തുന്നുണ്ട്. ചൈനയുടെ ഒരു പോളിസി ഡോക്ട്രിൻ അനുസരിച്ചിട്ട് 2049 ആകുമ്പോഴത്തേക്ക് ചൈനയ്ക്ക് വേൾഡ് ലീഡർ ആവണം എന്നാണ് അവരുടെ ആഗ്രഹം. അതിന് ചൈനീസ് സുപ്രീം ലീഡർ ആയിട്ടുള്ള ഷീ ജിൻപിങ്ങിന്റെ ആശീർവാദത്തോടു കൂടിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ മേഖലയിലും അവർ ഒരു അപ്രമാദിത്യം കൈയടക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു ന്യൂ വേൾഡ് ഓർഡർ, ചൈനീസ് ഡോമിനേറ്റഡ് ന്യൂ വേൾഡ് ഓർഡർ ഉണ്ടാക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പോഴുള്ള US ബേസ്ഡ് ആയിട്ടുള്ള ന്യൂ വേൾഡ് ഓർഡറിനെ റീപ്ലേസ് ചെയ്ത് ചൈനീസ് ബേസ്ഡ് ന്യൂ വേൾഡ് ഓർഡർ വരണമെന്നുള്ള അവർ പാർട്ടി പ്ലീനത്തിൽ തന്നെ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അവര്. അപ്പൊ ആ ഡോക്യുമെന്റ്സ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൈനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ട് അവർ ഏതൊക്കെ പദ്ധതികൾ സ്വീകരിക്കും എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. അത് കൂടുതൽ അമേരിക്കയ്ക്ക് ദോഷമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇങ്ങനത്തെ ഒരു പോളിസി ചേഞ്ച് കൊണ്ടുവന്നത്. ചൈനീസ് വിദ്യാർത്ഥികൾ 2019-20 കാലഘട്ടം വരെ, കോവിഡിന് മുന്നേ വരെ ഏറ്റവും വലിയ ഒരു ഗ്രൂപ്പായിരുന്നു അമേരിക്കയിലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിലെ. ഏകദേശം 3.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ വരെ ആ സമയത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. കോവിഡിന് ശേഷം വിസ റെസ്ട്രിക്ഷനും മറ്റുള്ള ഒരു ബാക്ക്ലാഷും വന്നതിന് ശേഷം, കാരണം കോവിഡിന് ശേഷം ഒരു ആന്റി ചൈന സെന്റിമെന്റ്സ് US വിസിബിൾ ആയിട്ട് കാണാൻ തുടങ്ങി. അപ്പൊ അന്ന് മുതൽ പിന്നെ ഗ്രാജുവലായിട്ട് സ്റ്റുഡൻസിന്റെ എണ്ണം കുറഞ്ഞു. കഴിഞ്ഞ വർഷം തോടുകൂടി US ഉള്ള ഏറ്റവും വലിയ ഇന്ത്യൻ സ്റ്റുഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസ് ആയി. ചൈനീസ് സെക്കൻഡ് പൊസിഷനിലാണുള്ളത്. അവർ ഏകദേശം 2,28,000 സ്റ്റുഡൻസ് ഇപ്പം
ചൈനീസ് സ്റ്റുഡൻസ് US-ലുണ്ട്, അവരുടെ ഭാവിയൊക്കെ ആശങ്കയിലാവുകയാണ്. ഇവർ കൂടുതലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് ചെയ്യുന്നതെന്നാണ്, ക്രിട്ടിക്കൽ സെക്ടറിലാണ് ഇവർ പഠിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് US-ന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഉള്ള ഒരു പുതിയ വിസ നിയമം കൊണ്ടുവരുന്നതും പഴയ ആൾക്കാരുടെയൊക്കെ വിസ റിവോക്ക് ചെയ്യുന്നതും. ഇത് ചൈനീസ് സ്റ്റുഡൻസിന്റെ ഇപ്പൊ ഒരു പുതിയ ഇതാണ്. അതിനു മുന്നേ ഇന്ത്യയുടെ സ്റ്റുഡൻസിന്റെ വിസ ഇന്റർവ്യൂ നിർത്തിവെച്ചു. അതിനു മുന്നേ കുറെ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു 4000-ഓളം ആൾക്കാരുടെ പല പല ആൾക്കാരുടെയൊക്കെ വിസകളൊക്കെ റിവോക്ക് ചെയ്തു. അതിന്റെ ഒരു ഫോളോ അപ്പ് ആക്ഷൻ ആയിട്ട് വേണം നമുക്കതിനെ മനസ്സിലാക്കാൻ. പക്ഷെ ജഗത്, ഇതിന് ഒരുപാട് ദൂരവ്യാപക പ്രത്യാഘാതങ്ങളില്ലേ? ഒന്ന്, ഏറ്റവും വലിയ കൺസേൺ ഇതിന്റെ US-ന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന തരത്തിൽ. രണ്ട്, US ടെക്നോളജി കമ്പനികൾക്കൊക്കെ വലിയ ബാക്ക്ലാഷ് ഇത് ഉണ്ടാക്കും എന്നുള്ള കൺസേൺസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഇനി ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സിനെ നമുക്കൊന്ന് വിലയിരുത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എത്ര കണ്ട് ഇതിനൊരു ഡെപ്ത് ഉണ്ട് അതിന്റെ സീരിയസ്നെസ്? ഈ വിഷയത്തിന്റെ ഒരു ഗ്രേവ്നെസ് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രസിഡൻസ് നമ്മൾ നോക്കേണ്ടതാണ്. ഇതിന്റെ ഒരു ബാക്കിലോട്ട് നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടൈം ലൈൻ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഒക്ടോബർ 2010 മുതലാണ് US കൂടുതലും ഈ ചൈനീസ് ഇൻഫ്ലുവൻസ് ഇൻ യൂണിവേഴ്സിറ്റീസിനെ പറ്റി കൂടുതൽ അവര് അന്വേഷണം നടത്തുന്നത്. അന്ന് ഗ്ലെൻ ഡെഫി ഷ്രൈവർ എന്നും പറഞ്ഞിട്ട് ഒരു സ്റ്റുഡന്റിനെ, ഒരു UG സ്റ്റുഡന്റ് ആയിരുന്നു, അവര് ചൈനീസ് ഇന്റലിജൻസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അവര് ചില US ഡിപ്പാർട്ട്മെന്റിന്റെ CIA-യുടെ, ചില സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ CIA-യുടെ കുറച്ച് ഡിഫൻസ് ഇൻഫർമേഷൻ ചോർത്താൻ ശ്രമിക്കുന്നുണ്ട്. 2010 അവർ അറസ്റ്റിലായി. നമ്മൾ ആലോചിക്കുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആണ്, അതായത് ഒരു 10-20 വയസ്സുള്ള ഒരു സ്റ്റുഡന്റിനെ ചൈനീസ് രഹസ്യാന്വേഷണ ഏജൻസി CIA-യുടെ ഡീറ്റെയിൽസ് ചോർത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ ചട്ടം കെട്ടുകയും അതിനെ തുടർന്ന് CIA നടത്തിയ ഓപ്പറേഷനിൽ അറസ്റ്റിലാവുകയും ചെയ്തു. അപ്പൊ അന്ന് ചൈനീസ് ഇന്റലിജൻസ് ഒരു ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഈ കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു, $70,000 കൊടുക്കാമെന്ന് പറഞ്ഞ ശേഷം ചൈനയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഈ ഒരു എസ്പിയോണാജ് ഫസ്റ്റ് ആയിട്ട് ഈ ലേറ്റസ്റ്റ് ഡെക്കേഡിൽ റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ഈ സ്റ്റുഡൻസിനെ ഉപയോഗിച്ച്. ഞാൻ അതാണ് കൂടുതലും പറയുന്നത്. അപ്പം പിന്നെ അതിനുശേഷം ഇങ്ങനത്തുള്ള പല പല ഇൻസിഡൻസും ഇങ്ങനെ US സിറ്റിസൺസ് അല്ലെങ്കിൽ US സ്റ്റുഡൻസ് അല്ലെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്നും US പഠിക്കാൻ വന്നവർ, ഇവർ രണ്ട് രീതിയിലും ഇവര് എസ്പിയോണേഷന് വേണ്ടിയിട്ട് ഈ CCP ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്നതായിട്ട് FBI-ക്ക് മനസ്സിലായി. അപ്പൊ അതിനുശേഷമാണ് അവര് വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ തുടങ്ങിയത്. ഇപ്പൊ US-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, US-ൽ 3000-ഓളം യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെ പഠിക്കുന്ന ടോട്ടൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പോപ്പുലേഷന്റെ ഏകദേശം 50% തന്നെ ഇന്ത്യയും ചൈനയുമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ ടോട്ടൽ US യൂണിവേഴ്സിറ്റിയിലെ എൻറോൾമെന്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ സൂചിച്ചു, 10% താഴെ മാത്രമേ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്. ബട്ട് അവരൊരു വലിയ ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്, ട്യൂഷനായിട്ടും മറ്റുമൊക്കെ ഒരു വലിയ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഫിനാൻഷ്യൽ ഡ്രെയിൻ ഉറപ്പായിട്ട് സംഭവിക്കും. അത് മാത്രമല്ല, ട്രംപ് ഭരണകൂടം ആന്റിസെമറ്റിക് ആക്ടിവിറ്റീസ് തുടർന്നു കൊണ്ടുപോകുന്ന പല യൂണിവേഴ്സിറ്റികളുടെ എൻഡോമെന്റ് കട്ട് ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കൊളംബിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു ആദ്യമേ ട്രംപ് ആക്ട് ചെയ്തത്, അതിനുശേഷം ഇപ്പൊ ഹാർവാർഡിന്റെ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് പല യൂണിവേഴ്സിറ്റികളും ഒരു വലിയ ഒരു സങ്കേതമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഇവരുടെയൊക്കെ. അപ്പൊ ഈ ആന്റി അമേരിക്കൻ ആക്ടിവിറ്റീസിന്റെ ഒരു സങ്കേതമാണെന്നാണ് ട്രംപിന്റെ ഭാഷ്യം. അപ്പൊ അതിനെ സംബന്ധിച്ച് അത് ക്രാക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റികൾ അമേരിക്കയ്ക്ക് ഗുണമില്ലാതെ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗുണം ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജൂതന്മാരെ ആക്രമിക്കുക, അമേരിക്കയുടെ വിലപ്പെട്ട IP തെഫ്റ്റ് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുക, അങ്ങനത്തെ ഉള്ളൊക്കെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ അത് അമേരിക്കയ്ക്ക് ഗുണത്തെക്കാട്ടി കൂടുതൽ ദോഷങ്ങളാണ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യേണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴത്തുള്ള ഈ റിപ്പബ്ലിക്കൻ ഒരു നയം. അപ്പം അവരത് ഷട്ട് ഡൗൺ ചെയ്യും. ഏത് വിധത്തിൽ അമേരിക്ക ഫസ്റ്റ് ആണ് അവരുടെ പോളിസി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ആരെതിരെ നിൽക്കുന്നു അതിന് മേളിൽ ഒരു താല്പര്യവും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റികൾ കുറച്ചൊക്കെ അവരുടെ ഫണ്ടിങ് കോസ്റ്റിംഗ് എല്ലാം കട്ട് ചെയ്യേണ്ടി വരും. യൂണിവേഴ്സിറ്റികൾ സ്വന്തമായിട്ട് മറ്റുള്ള രീതിയിൽ ഇൻഡസ്ട്രി ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത ശേഷം അവർ കൂടുതൽ ഫണ്ട് കണ്ടെത്തുക, അല്ലാതെ ഫീസ് പിരിച്ച് യൂണിവേഴ്സിറ്റി പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് പിരിച്ച് കൊള്ളസങ്കേതം പോലെ നടത്തുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആത്യന്തികമായിട്ട് ഒരു മൗലികമായിട്ടുള്ള അവകാശമാണ്. അവിടെ ഒരു ഇക്വിറ്റി എന്നുള്ള ഒരു എലമെന്റിന്റെ ഒരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കൂടുതൽ പൈസ കൊടുക്കുന്നവർക്ക് മാത്രമേ ക്വാളിറ്റി വിദ്യാഭ്യാസം കിട്ടത്തുള്ളൂ. എല്ലാവർക്കും വിദ്യാഭ്യാസം വേണ്ടേ? എല്ലാവർക്കും പഠിക്കാൻ മിടുക്കുള്ള എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ആത്യന്തികമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്
ട്രംപ് പരിശ്രമിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. അതുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ അദ്ദേഹം ഡിസ്മാൻഡിൽ ചെയ്ത ശേഷം എഡ്യൂക്കേഷൻ എന്നുള്ളത് സ്റ്റേറ്റിന്റെ കയ്യിലോട്ട് തിരിച്ചു പോകണം. ഫെഡറൽ ആയിട്ടുള്ള നിയമങ്ങൾക്ക് അതിനകത്ത് യാതൊരു തരത്തിലുള്ള കടന്നുകയറ്റവും പാടില്ല. അതുകൊണ്ട് യൂണിവേഴ്സിറ്റീസും സ്റ്റേറ്റും കൂടുതൽ വിഭവം സമാഹരിച്ച ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ക്രൈസിസ് റിസോൾവ് ചെയ്യുമെന്നാണ് ട്രംപിന്റെ ഒരു പോളിസി. അല്ലാതെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇവിടെ കൊണ്ടുവന്ന് അവരെ എസ്പിയോണേജ് ചെയ്യുന്നു, അവരതിനുശേഷം ലോക്കലായിട്ട് ഉള്ള ജൂതന്മാരെ ആക്രമിക്കുന്നു, പിന്നീട് അമേരിക്കയിൽ സിവിൽ അൺട്രസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതൊന്നും ദേശീയവാദികളായിട്ടുള്ള റിപ്പബ്ലിക്കൻസിന് സഹിക്കുന്നതല്ല. അപ്പൊ ആ പോളിസിയുടെ ഭാഗമായിട്ട് ഇത് അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ യൂണിവേഴ്സിറ്റികൾ ബേസ് ചെയ്ത് നടക്കുന്ന ആന്റി അമേരിക്കൻ ആക്ടിവിറ്റീസ് എല്ലാം അദ്ദേഹം നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ ആന്റി അമേരിക്കൻ ആക്ടിവിറ്റീസ് ഒക്കെ എന്തെങ്കിലും ഫോസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റീസ് അവരതിനുള്ള ശിക്ഷ അനുഭവിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ജഗത്, എന്റെ ഒരു പ്രധാനപ്പെട്ട സംശയം ഇത് ചൈന US ബന്ധത്തെ ബാധിക്കില്ല എന്നാണ്. പ്രത്യേകിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന എന്നൊക്കെ സ്പെസിഫിക്കായി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ സിനാരിയോ തന്നെ മാറുകയാണല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. ചൈനയുടെ ഫോറിൻ മിനിസ്ട്രി ത്രൂ എ സ്പോക്സ് പേഴ്സൺ മൗനിങ് ഈ ഒരു ആക്ടിവിറ്റിയെ കണ്ടം ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞ എക്സാക്ട് വേർഡ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അൺറീസണബിൾ ആൻഡ് ഡിസ്ക്രിമിനേറ്ററി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ US എന്നുള്ളത് ഒരു ഓപ്പൺ ആൻഡ് ഫ്രീ സൊസൈറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ക്ലെയിം, അതായത് US ഓപ്പൺ ഫ്രീ സൊസൈറ്റി എന്നുള്ള ക്ലെയിം അത് പൊള്ളയാണെന്നാണ് അവര് ഇപ്പം പുതിയ വാദത്തിലൂടെ അവർ ഉന്നയിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ലോഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും പിന്നീട് ഇതിന് ശേഷം യൂണിവേഴ്സിറ്റികൾക്ക് ഉണ്ടാവുന്ന ഡാമേജ് വളരെ കൂടുതലായിരിക്കുമെന്നും അവര് ഒരു സ്റ്റേറ്റ്മെന്റിനകത്തൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ US ചൈന ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പുകൾക്ക് ഇതൊരു ടെൻഷൻ ഇപ്പൊ ബിൽഡ് ചെയ്യുകയാണ്. കാരണം ഇപ്പൊ ഓൾറെഡി താരിഫ് ആൻഡ് ട്രേഡ് വാർ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതൽ ഡേറ്റ ഇപ്പം വരുന്നുണ്ട്. ഈ ട്രേഡ് ഇപ്പൊ ഒരു ദിവസം ഒരു താരിഫ് പ്രഖ്യാപിക്കും, നാളെ അത് പിൻവാങ്ങും. ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴത്തേക്കായിരിക്കും അടുത്ത ഒരു താരിഫ് ട്രംപ് കൊണ്ടുവരുന്നത്. കാരണം ചർച്ച ചെയ്യുന്നവരെല്ലാം ചർച്ച ചെയ്ത് ക്ഷീണിച്ചു പോയി. ട്രംപിന്റെ ഈ ട്രേഡും താരിഫും കൊണ്ടുവരുന്നു, തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു പദ്ധതി വരുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ ഒരു വളരെ കൺഫ്യൂഷനും ഒരു ഡിപ്ലോമാറ്റിക് ടെസ്റ്റിലും ഇപ്പൊ ഓൾറെഡി ചൈനീസ് ബേസ്ഡ് US റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഫർദർ അതിനെ വേഴ്സനാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, അതായത് മാർക്കോ റൂബിയോ അവർ നെയിം ആൻഡ് ഷെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ട്. അതിന്റെ അവരുടെ സോളിഡ് എവിഡൻസ് ഉണ്ട്. സോളിഡ് എവിഡൻസ് ഇല്ലാതെ അവർ അങ്ങനെ പറയത്തില്ല. കാരണം ഇത് രണ്ട് രാജ്യങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ ഹൈ പ്രൊഫൈൽ സംഭവമാണ്. അപ്പം ആ ഒരു ഇതിന്റെ പുറത്ത് മാർക്കോ റൂബിയോ എന്തെങ്കിലും നിരുത്തരവാദിത്വപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉന്നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ US സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ എന്നുള്ള സിറ്റുവേഷൻ നിൽക്കുകയാണ്. ഇനിയും കൂടുതൽ ഇങ്ങനെ ചൈനീസ് എസ്പിയോണേജ് US യൂണിവേഴ്സിറ്റികൾ ബേസ് ചെയ്ത് നടന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചൈനയെ സംബന്ധിച്ച് US സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരുന്നു. ഇപ്പൊ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 ജാനുവരിയിൽ ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കെമിക്കൽ ബയോളജിയിൽ റിസർച്ച് നടത്തുന്ന ഒരു ചാൾസ് ലീബർ എന്ന് പറഞ്ഞ ഒരു പ്രൊഫസറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവര് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം അമേരിക്കയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫണ്ട് വാങ്ങിച്ചു, ചൈനീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചു. അതിനുശേഷം ഹാർവാർഡിൽ നടന്ന ഗവേഷണങ്ങൾ ചൈനീസ് യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിറ്റിൽ അദ്ദേഹം ഈ ഇവിടുന്നുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എല്ലാം അവിടെ കൊടുത്തു. അപ്പൊ അത് ചൈനീസ് യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ ഗുണകരമായി. അങ്ങനെയുള്ള അതായത് US നമ്മളിപ്പോ ഇന്നീ കാണുന്ന ഒട്ടുമിക്ക എല്ലാ വലിയ ടെക്നോളജികളും US കമ്പനീസിന്റെ കോർപ്പറേഷന്റെ ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനത്തുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എല്ലാം ചൈനയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ഇവിടുന്ന് തീവ് ചെയ്തുകൊണ്ട് പോവുകയും അവിടെ കൊണ്ടുവന്ന ചീപ്പ് റെപ്ലിക്കാസ് ഉണ്ടാക്കിയ ശേഷം ചൈന ഇന്നിപ്പോ കാണുന്ന പെട്ടെന്നുള്ള ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ കുതിച്ച് ചാട്ടം തന്നെ ടെക്നോളജി നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ അമേരിക്കയിൽ വെസ്റ്റിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ടൈപ്പിനെ തുടർന്ന് അവർക്ക് അവരുടെയൊക്കെ റിസർച്ച് ലാബുകളിൽ വലിയ ന്യൂക്ലിയർ റിസർച്ച് മുതൽ നാനോ ടെക്നോളജി വരെയുള്ള എല്ലാ വിധത്തിലുള്ള റിസർച്ച് ലാബുകളിൽ ഇവർക്ക് കൊളാബറേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പം MIT മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെയൊക്കെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഇപ്പൊ ചൈനീസ് പ്രൊഫസർമാരും അവരുടെയൊക്കെ റിസർച്ച് ടീമുകളും നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കി. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു വലിയ റിസർച്ചിനകത്ത് തന്നെ ഒരു വലിയ ടീമുകൾ തന്നെ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്
ചില ക്രിട്ടിക്കൽ ഫീൽഡുകളിൽ ചൈനീസ് സാന്നിധ്യം ഇപ്പോൾ കൂടുതലാണ്. അത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമെറ്റിക്സിന്റെ അപ്ലിക്കേഷൻ, തുടർന്നിട്ടുള്ള പിന്നെ നാസ പോലുള്ള ഏജൻസികൾ, പിന്നെ സ്പേസ് ടെക്നോളജി, പിന്നെ ബയോടെക്നോളജിയുടെ തന്നെ സെൻസർ മാനുഫാക്ചറിങ്, ലിത്തോഗ്രാഫി, നാനോ ടെക്നോളജി, അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോഴത്തെ ഈ പുതിയ ന്യൂ വേൾഡ് ടെക്നോളജീസിന്റെ തന്നെ പല രീതിയിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ജീവ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഡീപ് സീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചൈനയുടെ LLM ഇറങ്ങിയിട്ടുണ്ട്, ലാംഗ്വേജ് മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഈ ചാറ്റ് GPT എന്ന് പറയുന്ന പോലെ ആ ഒരു ഓപ്പൺ എയുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ റാപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണെന്ന് അന്നേ പല അമേരിക്കൻ ആൾക്കാരും അതിനെപ്പറ്റി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റിയൊക്കെ വളരെ ചൂടേറിയ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇനി ഈ ബന്ധം തുടർന്നു പോയി കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ചൈനയിലെ US കമ്പനികൾക്കെല്ലാം വലിയ നഷ്ടം ഉണ്ടാവും. ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഗവേഷണം ചെയ്തെടുക്കുന്ന ഈ IP എല്ലാം അടിച്ചുമാറ്റി ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി കാലണയ്ക്ക് വിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതൊരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ്. അതിന് എന്തായാലും ട്രംപ് ഭരണകൂടം ഇപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു നടപടി എടുത്തിട്ടുണ്ട്. ഞാൻ ഈയിടയ്ക്ക് ഈ 2 ദിവസമായിട്ട് ഇപ്പം കുറച്ച് മാധ്യമങ്ങളിൽ വരുന്ന കുറച്ച് നോർത്ത് അമേരിക്കൻ മാധ്യമങ്ങളിൽ വരുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ നോക്കുന്നതിനെ, കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കുന്നതിനിടയ്ക്ക് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇവിടുത്തെ നോർത്ത് അമേരിക്കൻ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പം കനേഡിയൻ കോണ്ടെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കാനഡയും ചൈനയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടെ കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും പറഞ്ഞിട്ട് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും ചൈനീസ് ഗവൺമെന്റ് പല യൂണിവേഴ്സിറ്റികളിലും പല പ്രൊവിൻസുകളിലും അവർ ഈ കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഇഷ്യൂസിന് എന്നുള്ള ഒരു പ്രോബ്ലത്തെ കുറിച്ച് ഈ കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം പിന്നീട് കുറെയൊക്കെ ഷട്ട് ഡൗൺ ആയി. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പം US അതേ ഒരു പാത സ്വീകരിച്ചിരിക്കുകയാണ്. പല യൂണിവേഴ്സിറ്റികളും ഈ കോവിഡിന് ശേഷവും ഈ 2015 ശേഷമുള്ള കാലഘട്ടത്തിൽ പല യൂണിവേഴ്സിറ്റീസും ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് കണ്ടുപിടിക്കുകയും അതിനെ തുടർന്ന് മിലിറ്ററി ആൻഡ് സിവിലിയൻ റിസർച്ച് നടത്തുന്ന പല പ്രോജക്റ്റുകളും അവർ ഉപേക്ഷിക്കുകയും ചെയ്തു. ചൈനീസ് യൂണിവേഴ്സിറ്റികളൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് സ്ട്രെങ്തൻ ആവും. അതിന്റെ കൂടെ തന്നെ ഇപ്പം US നിൽക്കുന്ന ഈ വിദ്യാർത്ഥികളെല്ലാം ഇവിടുന്ന് പറഞ്ഞുവിടുന്നതോടുകൂടി ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് ഒക്കെ നിർത്തി US ഇൻഡസ്ട്രികൾക്ക് വീണ്ടും ഒരു കരുത്ത് കിട്ടും എന്ന് തന്നെയാണ് ട്രംപിന്റെ ഒരു നിഗമനം. അതിനെ തുടർന്നാണ് അവരിപ്പം ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തിട്ടുള്ളത്. എന്തായാലും US പൂർണ്ണമായ അർത്ഥത്തിൽ US എന്നാൽ US മാത്രം എന്ന അർത്ഥത്തിലേക്ക് മാറും എന്നുള്ളത് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു. മാത്രമല്ല US ത്രെട്ടായി വരുന്ന എന്തിനേയും മാറ്റുക എന്നുള്ളതും ട്രംപിന്റെ നിലപാട് തന്നെയാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ട്രംപ് നിരോധിക്കുകയും അല്ലെങ്കിൽ അത് റദ്ദാക്കുകയും ചെയ്ത സമയത്ത് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് പുറകിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്നാണ്. എന്തായാലും ഒരുപാട് നന്ദി ജഗത്ത്. എന്തായാലും ഇതിന്റെ ഡെവലപ്മെന്റ്സ് വരും ദിവസങ്ങളിൽ ഉണ്ടാവും. നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി ഇന്റർവ്യൂ റൂമിൽ തന്നെ സംസാരിക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു.